നമസ്കാരം. ശ്രീസ് ലേണിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കറണ്ട് അഫയേഴ്സ് ആണ്. 2025 മാർച്ചിലെ കറണ്ട് അഫയേഴ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മാർച്ചിലെ 30 കറണ്ട് അഫയേഴ്സ് ആണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗിൽ 2025 ചാമ്പ്യന്മാരായ ടീം ഏതാണ്? ആൻസർ ഇന്ത്യയാണ്. ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗിൽ 2025 ചാമ്പ്യന്മാരായ ടീം ഏതാണ്? ഇന്ത്യ. കേരളത്തിന്റെ അടുത്ത പക്ഷിഗ്രാമമായി 2025 പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലം ഏതാണ്? കിദൂർ ആണ്. കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ കിദൂർ ആണ് കേരളത്തിന്റെ അടുത്ത പക്ഷിഗ്രാമമായി 2025 പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലം. അപ്പോൾ കേരളത്തിലെ പക്ഷി ഗ്രാമമായിട്ട് നേരത്തെ അറിയപ്പെട്ടിരുന്ന ഏതാണ്? ആലപ്പുഴ ജില്ലയിലെ നൂറനാടാണ്. അപ്പോൾ പക്ഷിഗ്രാമം എന്ന് കേരളത്തിൽ അറിയപ്പെട്ടിരുന്ന ഏതായിരുന്നു? ആലപ്പുഴ ജില്ലയിലെ നൂറനാടായിരുന്നു. ഇപ്പോൾ 2025 കേരളത്തിന്റെ അടുത്ത പക്ഷിഗ്രാമമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലമാണ് കിദൂർ. കിദൂർ ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ കുമ്പള ഗ്രാമപഞ്ചായത്തിലാണ് കിദൂർ സ്ഥിതി ചെയ്യുന്നത്. പക്ഷി നിരീക്ഷണം, സംരക്ഷണം, പരിസ്ഥിതി ടൂറിസം എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ആലപ്പുഴയിലെ നൂറനാടിന്റെ വിജയം മാതൃകയാക്കിയാണ് ഈ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2025 ഹോൾബർഗ് പുരസ്കാരം നേടിയത് ആരാണ്? ഗായത്രി ചക്രവർത്തി സ്പിവാക് ആണ് 2025 ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായത്. ഇന്ത്യൻ അമേരിക്കൻ പണ്ഡിതയാണ് ആര്? ഗായത്രി ചക്രവർത്തി സ്പിവാക്. അപ്പോൾ ഇന്ത്യൻ അമേരിക്കൻ പണ്ഡിതയായ ഗായത്രി ചക്രവർത്തി സ്പിവാക്കിനാണ് 2025 ഹോൾബർഗ് പുരസ്കാരം ലഭിച്ചത്. നോർവേ സർക്കാരാണ് ഈ ഹോൾബർഗ് പുരസ്കാരം നൽകുന്നത്. അപ്പോൾ ഹോൾബർഗ് പുരസ്കാരം നൽകുന്നത് ഏത് സർക്കാരാണ്? നോർവേ സർക്കാരാണ്. മാനവികതയിലും സാമൂഹിക ശാസ്ത്രത്തിലും ഉള്ള മികവിനാണ് ഈ അവാർഡ് ആർക്ക് ലഭിച്ചത്? ഗായത്രി ചക്രവർത്തിക്ക് ലഭിച്ചത്. അപ്പോൾ ഹോൾബർഗ് പുരസ്കാരം നൽകുന്നത് നോർവേ സർക്കാരാണ്. മാനവികതയിലും സാമൂഹിക ശാസ്ത്രത്തിലുമുള്ള മികവിനാണ് ഈ അവാർഡ് നൽകുന്നത്. ഇന്ത്യൻ അമേരിക്കൻ പണ്ഡിതയാണ് ആര്? ഗായത്രി ചക്രവർത്തി സ്പിവാക്. 2028 ഒളിമ്പിക്സ് നടക്കുന്ന വേദി ഏതാണ്? ലോസ് ഏഞ്ചൽസ് ആണ്. അപ്പോൾ 2028 ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെയാണ്? ലോസ് ഏഞ്ചൽസ്. 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? MK സാനു. 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? MK സാനുവിനാണ്. മലയാള സാഹിത്യത്തിനും വിദ്യാഭ്യാസത്തിനും നൽകിയ സംഭാവനകൾക്കാണ് പുരസ്കാരം. അപ്പോൾ മലയാള സാഹിത്യത്തിനും വിദ്യാഭ്യാസത്തിനും നൽകിയ സംഭാവനകൾക്കാണ് 2025 കേരള ജ്യോതി പുരസ്കാരം ആർക്ക് ലഭിച്ചത്? MK സാനുവിന് ലഭിച്ചത്. കേരള സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയാണേത്? കേരള ജ്യോതി പുരസ്കാരം. 2025 മാർച്ച് 17 സുപ്രീം കോടതി ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ്? ജസ്റ്റിസ് ജോയിമാല ബാഗ്ചി. ആരാണ്? ജസ്റ്റിസ് ജോയിമാല ബാഗ്ചിയാണ് 2025 മാർച്ച് 17 സുപ്രീം കോടതി ജഡ്ജിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത്. സത്യവാചകം ചൊല്ലിക്കൊടുത്തത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ സഞ്ജീവ് ഖന്നയാണ്. അപ്പോൾ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? സഞ്ജീവ് ഖന്നയാണ്. കൽക്കട്ട ഹൈക്കോടതി ജഡ്ജിയായിരുന്നു ആര്? ജസ്റ്റിസ് ജോയിമാല. ഇതോടെ സുപ്രീം കോടതിയിൽ വനിതാ ജഡ്ജിമാരുടെ എണ്ണം 3 ആയി. അപ്പോൾ ഇപ്പോഴത്തെ സുപ്രീം കോടതിയിലെ ഇപ്പോഴത്തെ വനിതാ ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ്? 3 ആണ് വനിതാ ജഡ്ജിമാര്. അപ്പോൾ 2025 മാർച്ച് 17 സുപ്രീം കോടതി ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ്? ജസ്റ്റിസ് ജോയിമാല ബാഗ്ചിയാണ്. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? സഞ്ജീവ് ഖന്നയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ ആരാണ്? KV കുമാരൻ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ ആരാണ്?
KV കുമാരൻ. ഗാന്ധിജിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും മഹത് സംഗമത്തിൻ്റെ എത്രാമത് വാർഷികമാണ് 2025 ആഘോഷിക്കുന്നത്? 100ാമത് വാർഷികമാണ്. അപ്പോൾ ഗാന്ധിജിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും സംഗമത്തിൻ്റെ എത്രാമത് വാർഷികമാണ് 2025 ആഘോഷിക്കുന്നത്? 100ാമത് വാർഷികമാണ്. ഏഷ്യയിലെ ആദ്യത്തെ നാഷണൽ ജിയോ സയൻസ് മ്യൂസിയം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് തുറന്നത്? മധ്യപ്രദേശിലാണ്. അപ്പോൾ ഏഷ്യയിലെ ആദ്യത്തെ നാഷണൽ ജിയോ സയൻസ് മ്യൂസിയം ഇന്ത്യയിലെ ഏതു സംസ്ഥാനത്താണ് തുറന്നത്? മധ്യപ്രദേശിലാണ്. ഹരിത കേരള മിഷന്റെ ഹരിത വിദ്യാലയ പുരസ്കാരം ലഭിച്ച ഗവൺമെന്റ് ഹൈസ്കൂൾ ഏതാണ്? അവനവഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂൾ, തിരുവനന്തപുരം. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ അവനവഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിനാണ് ഹരിത കേരളം മിഷന്റെ ഹരിത വിദ്യാലയ പുരസ്കാരം ലഭിച്ച ഗവൺമെന്റ് ഹൈസ്കൂൾ. ഈ 10 ചോദ്യങ്ങൾ നമുക്കൊന്നുകൂടി പഠിക്കാം. ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗിൽ 2025 ചാമ്പ്യന്മാരായ ടീം ഏതാണ്? ഇന്ത്യ. കേരളത്തിന്റെ അടുത്ത പക്ഷിഗ്രാമമായി 2025 പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലം ഏതാണ്? കിതൂർ, കാസർഗോഡ് ജില്ലയിലെ കുമ്പള ഗ്രാമപഞ്ചായത്തിലാണ്. അപ്പോൾ ആലപ്പുഴ ജില്ലയിലെ പക്ഷിഗ്രാമം ഏതായിരുന്നു? നൂറനാട്. 2025 ഹോൾബർഗ് പുരസ്കാരം നേടിയത് ആരാണ്? ഗായത്രി ചക്രവർത്തി സ്പിവാക്കാണ്. ഇവർ ഇന്ത്യൻ അമേരിക്കൻ പണ്ഡിതയാണ്. ഏത് ഗവൺമെന്റ് ആണ് ഹോൾബർഗ് പുരസ്കാരം നൽകുന്നത്? നോർവേ ഗവൺമെന്റ് ആണ്. മാനവികതയിലും സാമൂഹിക ശാസ്ത്രത്തിലും ഉള്ള മികവിന് നോർവേ ഗവൺമെന്റ് നൽകുന്ന അവാർഡാണ് ഏത്? ഹോൾബർഗ് പുരസ്കാരം. 2028 ഒളിമ്പിക്സ് നടക്കുന്ന വേദി ഏതാണ്? ലോസ് ഏഞ്ചൽസ്. 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? MK സാനുവിനാണ്. മലയാള സാഹിത്യത്തിനും വിദ്യാഭ്യാസത്തിനും നൽകിയ സംഭാവനകൾക്കാണ് പുരസ്കാരം നൽകിയത്. 2025 മാർച്ച് 17 സുപ്രീം കോടതി ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ്? ജസ്റ്റിസ് ജോയ്മാല ബാഗ്ചിയാണ്. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ ആരാണ്? KV കുമാരൻ. ഗാന്ധിജിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും മഹത് സംഗമത്തിന്റെ എത്രാമത് വാർഷികമാണ് 2025 ആഘോഷിച്ചത്? 100ാമത് വാർഷികം. ഏഷ്യയിലെ ആദ്യത്തെ നാഷണൽ ജിയോ സയൻസ് മ്യൂസിയം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് തുറന്നത്? മധ്യപ്രദേശ്. ഹരിത കേരള മിഷന്റെ ഹരിത വിദ്യാലയ പുരസ്കാരം ലഭിച്ച ഗവൺമെന്റ് ഹൈസ്കൂൾ ഏതാണ്? അവനവഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂൾ, തിരുവനന്തപുരം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2025 മാർച്ചിൽ ഓസ്ട്രേലിയയിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് ഏതാണ്? ആൽഫ്രഡ്. 2025 മാർച്ചിൽ ഓസ്ട്രേലിയയിൽ നാശം വിതച്ച ചുഴലിക്കാറ്റാണ് ആൽഫ്രഡ്. അപ്പോൾ ആൽഫ്രഡ് ചുഴലിക്കാറ്റ് നാശം വിതച്ച രാജ്യം ഏതാണ്? ഓസ്ട്രേലിയ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ വീതം ധനസഹായം നൽകുന്ന മഹിളാ സമൃദ്ധി യോജന ക്ഷേമ പദ്ധതി ആരംഭിച്ച ഗവൺമെന്റ് ഏതാണ്? ഡൽഹി ഗവൺമെന്റ് ആണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ വീതം ധനസഹായം നൽകുന്ന മഹിളാ സമൃദ്ധി യോജന ക്ഷേമ പദ്ധതി ആരംഭിച്ച ഗവൺമെന്റ് ഏതാണ്? ഡൽഹി ഗവൺമെന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഡൽഹി മുഖ്യമന്ത്രി ആരാണ്? രേഖ ഗുപ്ത. ഡൽഹി മുഖ്യമന്ത്രി ആരാണ്? രേഖ ഗുപ്ത. ഇന്ത്യ കിർഗിസ്ഥാൻ സംയുക്ത സൈനിക അഭ്യാസം ഏതാണ്? ഖഞ്ചാർ. ഇന്ത്യ കിർഗിസ്ഥാൻ സംയുക്ത സൈനിക അഭ്യാസമാണിത്. ഖഞ്ചാർ. വേദി എവിടെയാണ്? കിർഗിസ്ഥാൻ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ നിയമ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ടത് ആരെയാണ്? അഞ്ജു രതി റാണ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ നിയമ സെക്രട്ടറി അഞ്ജു രതി റാണ. 2025 മാർച്ചിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇതിഹാസ ടേബിൾ ടെന്നീസ് താരം അജന്ത ശരത് കമൽ. 2025 മാർച്ചിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇതിഹാസ ടേബിൾ ടെന്നീസ് താരം ആരാണ്? അജന്ത ശരത് കമൽ. അപ്പോൾ അജന്ത ശരത് കമൽ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടേബിൾ ടെന്നീസ്. ഇന്ത്യയുടെ സമാധാന നോബൽ പുരസ്കാര ജേതാവ് കൈലാഷ് സത്യാർത്ഥിയുടെ ആത്മകഥയുടെ പേരെന്താണ്?
ദിയാസലായി. അപ്പോൾ ഇന്ത്യയുടെ സമാധാന നോബൽ പുരസ്കാര ജേതാവാണ് കൈലാഷ് സത്യാർത്ഥി. കൈലാഷ് സത്യാർത്ഥിയുടെ ആത്മകഥ ഏതാണ്? ദിയാസലായി. അപ്പോൾ ദിയാസലായി ആരുടെ ആത്മകഥയാണ്? കൈലാഷ് സത്യാർത്ഥി. ബാലവേലയ്ക്കെതിരെ കൈലാഷ് സത്യാർത്ഥി രൂപീകരിച്ച ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന. അപ്പോൾ ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ്? കൈലാഷ് സത്യാർത്ഥിയാണ്. ബാലവേലയ്ക്കെതിരെയാണ് ഇത് രൂപീകരിച്ചത്. 2014 കൈലാഷ് സത്യാർത്ഥിക്ക് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിനോടൊപ്പം മലാല യൂസഫ് സായിക്കും നോബൽ പുരസ്കാരം സമാധാനത്തിന് ലഭിച്ചു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2025 ഏഷ്യൻ വിന്റർ ഗെയിമിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ചൈനയാണ്. ചൈനയിലെ ഹർബിൽ വെച്ചാണ് ഏഷ്യൻ വിന്റർ ഗെയിംസ് 2025 നടക്കുന്നത്. അപ്പോൾ 2025 ഏഷ്യൻ വിന്റർ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ചൈനയാണ്. ചൈനയിലെ ഹർബിലിൽ വെച്ചാണ് ഏഷ്യൻ വിന്റർ ഗെയിംസ് 2025 നടക്കുന്നത്. പ്രമേഹ രോഗികളിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് മെച്ചപ്പെടുത്തുന്നതിനായി AI അധിഷ്ഠിത മോഡൽ വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏതാണ്? NIT റൂർക്കേല. പ്രമേഹ രോഗികളിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് മെച്ചപ്പെടുത്തുന്നതിനായി AI അധിഷ്ഠിത മോഡൽ വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏതാണ്? റൂർക്കേലയിലെ NIT. കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യമായി യാത്രാ സർവീസ് ആരംഭിച്ച പഞ്ചായത്ത് ഏതാണ്? തൃപ്രങ്ങോട് പഞ്ചായത്ത്, മലപ്പുറം. കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യമായി യാത്രാ സർവീസ് ആരംഭിച്ച പഞ്ചായത്താണ് മലപ്പുറം ജില്ലയിലെ തൃപ്രങ്ങോട് പഞ്ചായത്ത്. 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ്? ഇന്ത്യയിലാണ്. അപ്പോൾ 2030 കോമൺവെൽത്ത് ഗെയിംസ് എവിടെയാണ് നടക്കുന്നത്? ഇന്ത്യയിലാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ച 10 ക്വസ്റ്റ്യൻ നമുക്കൊന്നുകൂടി നോക്കാം. 2025 മാർച്ചിൽ ഓസ്ട്രേലിയയിൽ നാശം വിതച്ച ചുഴലിക്കാറ്റിന്റെ പേരെന്താണ്? ആൽഫ്രഡ്. ആൽഫ്രഡ് ചുഴലിക്കാറ്റ് വീശിയത് ഏത് രാജ്യത്താണ്? ഓസ്ട്രേലിയ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ വീതം ധനസഹായം നൽകുന്ന മഹിളാ സമൃദ്ധി യോജന ക്ഷേമ പദ്ധതി ആരംഭിച്ച ഗവൺമെന്റ് ഏതാണ്? ഡൽഹി. ഡൽഹി മുഖ്യമന്ത്രി ആര്? രേഖ ഗുപ്ത. ഇന്ത്യ കിർഗിസ്ഥാൻ സംയുക്ത സൈനികാഭ്യാസം അറിയപ്പെടുന്ന പേര്? ഖഞ്ചാർ. വേദി എവിടെയാണ്? കിർഗിസ്ഥാൻ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ നിയമ സെക്രട്ടറി ആര്? അഞ്ജു രതി റാണ. 2025 മാർച്ചിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇതിഹാസ ടേബിൾ ടെന്നീസ് താരം ആരാണ്? അജന്ത ശരത് കമൽ. ഇന്ത്യയുടെ സമാധാന നോബൽ പുരസ്കാര ജേതാവായ കൈലാഷ് സത്യാർത്ഥിയുടെ ആത്മകഥയുടെ പേരെന്ത്? ദിയാസലായി. അപ്പോൾ ദിയാസലായി ആരുടെ ആത്മകഥയാണ്? കൈലാഷ് സത്യാർത്ഥി. ബാലവേലയ്ക്കെതിരെ കൈലാഷ് സത്യാർത്ഥി രൂപീകരിച്ച സംഘടന ഏത്? ബച്പൻ ബച്ചാവോ ആന്തോളൻ. 2014 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കൈലാഷ് സത്യാർത്ഥിയോടൊപ്പം പങ്കുവെച്ചത് ആരാണ്? മലാല യൂസഫ് സായി. 2025 ഏഷ്യൻ വിന്റർ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഏത്? ചൈന. ചൈനയിലെ ഹർബിലിൽ വെച്ചാണ്. പ്രമേഹ രോഗികളിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് മെച്ചപ്പെടുത്തുന്നതിനായി AI അധിഷ്ഠിത മോഡൽ വികസിപ്പിച്ചെടുത്ത സ്ഥാപനം NIT റൂർക്കേല. കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യമായി യാത്രാ സർവീസ് ആരംഭിച്ച പഞ്ചായത്ത് ഏതാണ്? മലപ്പുറം ജില്ലയിലെ തൃപ്രങ്ങോട് പഞ്ചായത്ത്. 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ്? ഇന്ത്യയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ഉരുക്കുപാലം നിലവിൽ വന്നത് എവിടെയാണ്? ഗുജറാത്ത്. അപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ഉരുക്കുപാലം നിലവിൽ വന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. കേരള പോലീസിന്റെ സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്?
ടെക്നോ പാർക്കിലാണ്. അപ്പോൾ കേരള പോലീസിന്റെ സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ടെക്നോ പാർക്ക്. ദൈവത്തിന്റെ ആത്മകഥ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ലെന. സിനിമാ താരമായ ലെനയുടെ ആത്മകഥയാണ് ദൈവത്തിന്റെ ആത്മകഥ. ലെനയുടെ ലെന എഴുതിയ പുസ്തകമാണ് ദൈവത്തിന്റെ ആത്മകഥ. അപ്പോൾ ദൈവത്തിന്റെ ആത്മകഥ എന്ന പുസ്തകം എഴുതിയതാരാണ്? സിനിമാ താരമായ ലെനയാണ്. പോൾ വോൾട്ടിൽ ലോക റെക്കോർഡ് സ്ഥാപിച്ച അർമാൻ ഡുപ്ലാന്റിസ് ഏത് രാജ്യക്കാരനാണ്? സ്വീഡൻ. അപ്പോൾ പോൾ വാൾട്ടിൽ ലോക റെക്കോർഡ് സ്ഥാപിച്ച അർമാൻഡ് ഡുപ്ലാന്റിസ് ഏതു രാജ്യക്കാരനാണ്? സ്വീഡനാണ്. സ്ത്രീകളുടെ ഇടയിൽ സംരംഭകത്വം വർദ്ധിപ്പിക്കുന്നതിനായി നീതി ആയോഗ് വടക്കുകിഴക്കൻ മേഖലയിലെ ആദ്യ വനിതാ സംരംഭകത്വ പ്ലാറ്റ്ഫോം സ്ഥാപിച്ചത് എവിടെയാണ്? മിസോറാമിലാണ്. അപ്പോൾ സ്ത്രീകളുടെ ഇടയിൽ സംരംഭകത്വം വർദ്ധിപ്പിക്കുന്നതിനായി നീതി ആയോഗ് വടക്കുകിഴക്കൻ മേഖലയിൽ ആദ്യത്തെ വനിതാ സംരംഭകത്വ പ്ലാറ്റ്ഫോം സ്ഥാപിച്ചത് എവിടെയാണ്? മിസോറാമിലാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നത് പഠിക്കാൻ മികവിന്റെ കേന്ദ്രം സ്ഥാപിക്കുന്നത് കോയമ്പത്തൂരാണ്. അപ്പോൾ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നത് പഠിക്കുവാനായിട്ട് മികവിന്റെ കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെയാണ്? കോയമ്പത്തൂർ. ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റുകൾ നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ ബൗളർ ആരാണ്? രവിചന്ദ്ര അശ്വിൻ. അപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റുകൾ നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ ബൗളറാണ് ആര്? രവിചന്ദ്ര അശ്വിൻ. ഇന്ത്യയിൽ ആദ്യമായി ഉരുക്കുകൊണ്ട് നിർമ്മിച്ച റോഡ് നിലവിൽ വന്നത് എവിടെയാണ്? ഗുജറാത്തിലെ സൂററ്റിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ഉരുക്കുകൊണ്ട് നിർമ്മിച്ച റോഡ് നിലവിൽ വന്നത് എവിടെയാണ്? ഗുജറാത്തിലെ സൂററ്റിൽ. ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമാഭ്യാസ പ്രദർശനമായ എയ്റോ ഇന്ത്യ 15ാമത് വേദിയാകുന്നത് 2025 15ാമത് വേദിയാകുന്നത് എവിടെയാണ്? യലഹങ്ക എയർഫോഴ്സ് സ്റ്റേഷൻ, ബാംഗ്ലൂർ. അപ്പോൾ ബംഗളൂരുവിലെ യലഹങ്ക എയർഫോഴ്സ് സ്റ്റേഷനിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമാഭ്യാസ പ്രദർശനമായ എയ്റോ ഇന്ത്യക്ക് 2025 15ാമത് വേദിയാകുന്നത്. നമുക്ക് ആദ്യം നോക്കാം. ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗിൽ 2025 ചാമ്പ്യന്മാരായ ടീം ഏതാണ്? ഇന്ത്യ. കേരളത്തിന്റെ ആദ്യത്തെ പക്ഷിഗ്രാമം ഏതായിരുന്നു? ആലപ്പുഴ ജില്ലയിലെ നൂറനാട്. കേരളത്തിന്റെ അടുത്ത പക്ഷിഗ്രാമമായി 2025 പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലം ഏതാണ്? കിതൂർ. കിതൂർ ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ്. ഏത് ഗ്രാമപഞ്ചായത്ത്? കുമ്പള ഗ്രാമപഞ്ചായത്ത്. പക്ഷി നിരീക്ഷണം, സംരക്ഷണം, പരിസ്ഥിതി, ടൂറിസം എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. 2025 ഹോൾബർഗ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഗായത്രി ചക്രവർത്തി സ്പിവാക്കിനാണ്. ഗായത്രി ചക്രവർത്തി സ്പിവാക്ക്. ഹോൾബർഗ് പുരസ്കാരം നൽകുന്നത് ഏത് സർക്കാരാണ്? നോർവേ സർക്കാരാണ്. മാനവികതയിലും സാമൂഹ്യ ശാസ്ത്രത്തിനും ഉള്ള മികവിന് നോർവേ സർക്കാർ നൽകുന്ന പുരസ്കാരം ഏതാണ്? ഹോൾബർഗ് പുരസ്കാരം. 2028 ഒളിമ്പിക്സിന് വേദിയാകുന്നത് എവിടെയാണ്? ലോസ് ഏഞ്ചൽസ്. 2028 ഒളിമ്പിക്സ് നടക്കുന്നത് ലോസ് ഏഞ്ചൽസിലാണ്. 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? MK സാനുവിന്. മലയാള സാഹിത്യത്തിനും വിദ്യാഭ്യാസത്തിനും നൽകിയ സംഭാവനയ്ക്കാണ് ഈ പുരസ്കാരം നൽകുന്നത്. 2025 മാർച്ച് 17 സുപ്രീം കോടതി ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്ത ആരാണ്? ജസ്റ്റിസ് ജോയ്മാല ബാഗ്ചി. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? സഞ്ജീവ് ഖന്ന. ഇപ്പോൾ സുപ്രീം കോടതിയിലെ വനിതാ ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ്? 3. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ ആര്? KV കുമാരൻ. ഗാന്ധിജിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും മഹത് സംഗമത്തിന്റെ എത്രാമത് വാർഷികമാണ് 2025 ആഘോഷിക്കുന്നത്? 100ാമത് വാർഷികം. ആൽഫ്രഡ് ചുഴലിക്കാറ്റ് നാശം വിതച്ച രാജ്യം ഓസ്ട്രേലിയ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ വീതം ധനസഹായം നൽകുന്ന മഹിളാ സമൃദ്ധി യോജന ക്ഷേമ പദ്ധതി ആരംഭിച്ച ഗവൺമെന്റ് ഡൽഹി ഗവൺമെന്റ്. ഡൽഹി മുഖ്യമന്ത്രി ആരാണ്? രേഖ ഗുപ്ത. ഇന്ത്യ കിർഗിസ്ഥാൻ സംയുക്ത സൈനികാഭ്യാസം ഖഞ്ചാർ. വേദി എവിടെയാണ്? കിർഗിസ്ഥാൻ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ നിയമ സെക്രട്ടറി ആരാണ്? അഞ്ജുരതി റാണ.
2025 മാർച്ചിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇതിഹാസ ടേബിൾ ടെന്നീസ് താരം അജന്ത ശരത് കമൽ, ഇന്ത്യയുടെ സമാധാന നോബൽ പുരസ്കാര ജേതാവ് കൈലാഷ് സത്യാർത്ഥിയുടെ ആത്മകഥ ദിയ സലായി. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുടെ സ്ഥാപകൻ കൈലാഷ് സത്യാർത്ഥി. 2014 സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ്? കൈലാഷ് സത്യാർത്ഥിക്കും മലാല യൂസഫ്സായിക്കുമാണ്. 2025 ഏഷ്യൻ വിന്റർ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഏത്? ചൈനയാണ്. ചൈനയിലെ ഹർബിലിൽ വെച്ചാണ്. പ്രമേഹ രോഗികളിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് മെച്ചപ്പെടുത്തുന്നതിനായി AI അധിഷ്ഠിത മോഡൽ വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏത്? NIT റൂർക്കേല. കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യമായി യാത്രാ സർവീസ് ആരംഭിച്ച പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ തൃപ്രങ്ങോട്. 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഇന്ത്യ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ഉരുക്കുപാലം നിലവിൽ വന്നത് ഇവിടെയാണ്, ഗുജറാത്ത്. കേരള പോലീസിന്റെ സെക്യൂരിറ്റി ഓപ്പറേഷൻസ് സെന്റർ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ടെക്നോ പാർക്കില്. ദൈവത്തിന്റെ ആത്മകഥ എന്ന പുസ്തകം എഴുതിയതാരാണ്? ലെന. പോൾ വാൾട്ടിൽ ലോക റെക്കോർഡ് സ്ഥാപിച്ച അർമാൻഡ് ഡുപ്ലാൻസ് ഏത് രാജ്യക്കാരനാണ്? സ്വീഡൻ. സ്ത്രീകളുടെ ഇടയിൽ സംരംഭകത്വം വർദ്ധിപ്പിക്കുന്നതിനായി നീതി ആയോഗ് വടക്കുകിഴക്കൻ മേഖലയിൽ ആദ്യ വനിതാ സംരംഭകത്വ പ്ലാറ്റ്ഫോം സ്ഥാപിച്ചത് എവിടെയാണ്? മിസോറാം. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നത് പഠിക്കാൻ മികവിന്റെ കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെ? കോയമ്പത്തൂർ. ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റുകൾ നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ ബൗളർ രവിചന്ദ്ര അശ്വിൻ. ഇന്ത്യയിൽ ആദ്യമായി ഉരുക്കുകൊണ്ട് നിർമ്മിച്ച റോഡ് നിലവിൽ വന്നത് എവിടെയാണ്? ഗുജറാത്തിലെ സൂറത്തിലാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമാഭ്യാസ പ്രദർശനമായ എയ്റോ ഇന്ത്യക്ക് 2025 15ാമത് വേദിയായത് എവിടെ? യലഹങ്ക എയർഫോഴ്സ് സ്റ്റേഷൻ, ബാംഗ്ലൂർ. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.